നമസ്കാരം. പെരിഗമന ശ്രീനാഥ് നമ്പൂതിരി. എല്ലാവർക്കും പുതിയ വാരഫലത്തിലേക്ക് സ്വാഗതം. ഈ ഒരു വാരഫലത്തിന് ധാരാളം പ്രത്യേകതകളാണ്. ഒന്നാമത്, ഈ ഒരു വാരഫലം വിഷുഫലത്തോട് കൂടിയിട്ട് ഈ ഒരു വൈശാഖമാസ ആരംഭത്തിന് തൊട്ട് മുന്നേ ആയിട്ടൊക്കെ വരുന്ന ഒരു വാരഫലമാണ്. അതോടൊപ്പം തന്നെ വ്യാഴമാറ്റത്തിനോട് തുടർന്നുള്ള ആദ്യത്തെ വാരഫലമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ തന്നെ വളരെ പ്രത്യേകതകളാണ്. ഒപ്പം വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം 1-ാം തീയതി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ 2024 മെയ് മാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലു ഫലവും അതോടൊപ്പം തന്നെ മേടം 22 മുതൽ 28 വരെയുള്ള ദിവസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബുധൻ്റെ ഒരു സഞ്ചാരഗതി ഈ ഒരു വരുന്ന ശനിയാഴ്ചയോടുകൂടി, അതായത് ഈ ഒരു മെയ് മാസം 11-ാം തീയതിയോടുകൂടി ശനിയാഴ്ച ബുധൻ്റെ ഒരു സഞ്ചാരം മേടൻ രാശിയിലേക്ക് മാറുന്നതൊഴിച്ച് മറ്റ് ഗ്രഹപകർച്ചകളൊന്നും തന്നെ ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിൽ ആദ്യം തന്നെ നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം 2-ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചതോടുകൂടിയിട്ടുള്ള ഈ ഒരു ഞായറാഴ്ച വരിഞ്ഞ് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ചാരവശാല് ഫലം 12-ാം ഭാവത്തിൽ മീനക്കൂറിൽ നിന്നും മിഥുനക്കൂറ് വരെ സഞ്ചരിക്കുന്ന 7 ദിവസങ്ങളിലത്തെ ഫലങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം എത്രയോ വിഷയങ്ങളിൽ നിന്നുള്ള ഒരു മോചനം തന്നെയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. കുറേ കാലങ്ങളായിട്ട് നിന്നിരുന്ന വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്ന് പൂർത്തീകരിക്കുന്നതും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പുതിയ തൊഴിൽ കയറ്റത്തിനും അതോടൊപ്പം തന്നെ എഴുതിയിട്ടുള്ള ഇൻ്റർവ്യൂ പോലുള്ളതിലൊക്കെ സെലക്ട് ആവുന്നതിനും കോൾ ലെറ്റർ വരുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. നിദാന ജോലി ചെയ്യുന്നവർ, നിത്യവൃത്തി ചെയ്യുന്നവർ, ഏജൻസികൾ പോലുള്ളവരിലൊക്കെ വളരെയധികം ലാഭം തന്നെ, അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിട്ട് വരാം. അധ്യാപന ജീവിതത്തിലാവട്ടെ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ പഠിപ്പുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ല വിവരങ്ങളും നല്ല അനുഭവത്തെയും കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ചന്ദ്രചാരവശാലുള്ള ഫലം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അപ്രതീക്ഷിത ലാഭങ്ങൾ വരുന്നതും അതോടൊപ്പം തന്നെ അനവധി കടങ്ങൾ തീരുന്നതും അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ തീർന്നു വരുന്ന ഒരു വാരമായിട്ട് ഒത്തിരി പേർക്ക് മേടക്കൂറുകാർക്ക് ഇത് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വാഹനാദി വിഷയങ്ങളിൽ ഏറെക്കുറെ തടസ്സങ്ങൾ നീങ്ങി അനുകൂലത്തിൽ വരുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണാം. എങ്കിൽ കർമ്മപരമായിട്ട് തന്നെയാണ് അനവധി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു വാരഫലത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും സൗന്ദര്യലഹരി പാരായണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കേൾക്കുന്നതൊക്കെ വളരെയധികം നല്ലതായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും നിത്യം മഹാവിഷ്ണു ഭജനം മുടങ്ങാതെ കണ്ട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് നല്ല ഒരു വാരമായി അവർക്ക് തീരട്ടെ. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെയൊക്കെ വാരഫലം വ്യാഴമാറ്റത്തിൻ്റെ ഫലം അനവധി ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ഉണ്ട് നമുക്ക് ചെയ്തിട്ട്. എങ്കിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു വാരം എന്ന് പറഞ്ഞത് വളരെയധികം അനുകൂലം തന്നെയാണ്. നമുക്കറിയാം, ആ ഒരു വ്യാഴം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി തന്നെയാണ് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുള്ളത്. അവരെ സംബന്ധിച്ച്, ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മുഖ്യമായി സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ഒന്നും കൂടി ഒരു വഴികൾ തുറന്നു കിട്ടുന്നതും അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി പോലെ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കടമുള്ളവരെ സംബന്ധിച്ചും ബാധ്യതകളുള്ളവരെ സംബന്ധിച്ചൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ആരംഭിക്കുന്ന ഒരു വാരം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറെക്കുറെ കുറച്ച് തടസ്സം നേരിടുന്ന ഒരു വാരമായിട്ട് കാണാം. പഠിക്കുന്നവരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചൊക്കെ അത്ര ഒരു ഉഷാറായിട്ട് ഈ ഒരു വാരം തീർന്നു പോകാൻ സാധ്യതയില്ല. എങ്കിൽ നിത്യനിദാന ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അനവധി ഭാഗ്യങ്ങളും അപ്രതീക്ഷിത ലാഭങ്ങളും പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു വാരമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി വിഷയങ്ങളിലും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ഈ വീഡിയോ ചെയ്യുമ്പോൾ കൂടി ഒരാൾ കൊല്ലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഭവനകാര്യം വ്യാഴമാറ്റത്തിൽ സൂചിപ്പിച്ചത് ഏറെക്കുറെ വീടിൻ്റെ കാര്യമൊക്കെ നേരെയായി വന്നു എന്നാണ്. വളരെയധികം സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. അദ്ദേഹം ഈ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഓരോരാളുടെ ജീവിതത്തിൽ എത്രയോ പേരാണല്ലേ ഈ കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്
നമ്മുടെ ഒപ്പമുള്ളത്. അവരിൽ എത്രയോ പേർക്ക് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ അവനവൻ്റെ വിഷമം മാത്രം നമ്മൾ പറയുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സംബന്ധിച്ച് പഠന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. മറ്റുള്ള വ്യാപാര, വ്യവസായ, വാണിജ്യ, ബിസിനസ് രംഗങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അപ്രതീക്ഷിത ഒരു ലാഭം തന്നെയാണ്. ഭവന സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുന്നതായിട്ട് കാണാം. ഒപ്പം വിദേശ യാത്രകൾക്കുള്ള അനുകൂല സമയമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. വിദേശത്ത് പഠന വിഷയങ്ങൾക്ക് പോകുന്നവർക്ക് തടസ്സമാണെങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ വളരെ അനുകൂലത്തെ കൊണ്ടുതരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ അല്പസ്വല്പ ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. ശനിയുടെ ഒരു ചാരവശാല ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഓർമ്മയിലിരിക്കെ തന്നെ ശനി ഭജനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. ഹനുമാൻ ചാലീസ എന്നുള്ള അഷ്ടോത്തര സമമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ആ ഹനുമാൻ ചരിത്രം പാടുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിനെ വളരെയധികം ബലപ്പെടുത്തിയിരിക്കാൻ നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ വളരെയധികം ഉള്ള ഭാഗ്യത്തെ കൂട്ടാൻ വളരെയധികം നല്ലതാണ് എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീര്യം, തിരുവാതിര, പുണർദ നക്ഷത്രങ്ങളടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരുടെ ഈ ഒരു വാരഫലത്തെയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരഫലത്തിൽ അവരെ സംബന്ധിച്ച് അനിഷ്ടസ്ഥാനത്തേക്ക് 12ാം ഭാവത്തിലേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം. ഒരു നല്ലൊരു അവസ്ഥയിൽ നിന്നും മോശസ്ഥിതിയിലേക്കാണ് വ്യാഴം പോകുന്നത്, ദുസ്തനാകുന്നു എന്നുള്ളത് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. സ്ഥാനഭ്രംശം ച പതനം എന്നൊക്കെയാണ് അതിന് മറ്റുള്ള ഫലങ്ങൾ പറയാം. 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സ്ഥാന ചലനം സംഭവിക്കുന്നതിനും ജോലി കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറുന്നതിനും ഉള്ള ജോലി നഷ്ടപ്പെടുത്തുന്നതിനും ഒക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ ഒരു വിഷമം വരാനുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ വ്യാഴത്തിൻ്റെ 12ാമത്തെ ഭാവസ്ഥിതി അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലാവട്ടെ, അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അല്പം വിഷമങ്ങളും കഷ്ടതകളൊക്കെ ഒന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ ഒരു കാലഘട്ടം. ഈ ഒരു വാരം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിക്കുന്നവർ വളരെയധികം അലസത വന്നു ചേരാൻ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവീക വിഷയങ്ങളിൽ വൈമുഖ്യം വരാനും ധാർമ്മികമായ വിഷയങ്ങളിൽ ഒരു ആലസ്യം വന്നു ചേരാനൊക്കെ ഒരു യോഗം മിഥുനക്കൂറുകാർക്കുണ്ട്. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ കുറേ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പ്രണയ ജീവിതം, പ്രണയങ്ങൾ ലഭ്യമാവാനും അല്ലെങ്കിൽ പ്രണയങ്ങൾ അത് വേണ്ടതുപോലെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതിനും ദാമ്പത്യ ബന്ധത്തിലേക്ക് കടക്കുന്നതിനും ഒക്കെയുള്ള ഒരു കാലമായിട്ട് ഈ ഒരാഴ്ച നമുക്കതിനെ മനസ്സിലാക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂലം തന്നെ പ്രതീക്ഷിക്കണം. എങ്കിൽ തന്നെ ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരഗതി വളരെയധികം ബാധിക്കുമെന്നല്ലാതെ ഈശ്വരാധീനം ഉള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എത്രയോ പേര് കമൻ്റ് ഇടുമ്പോൾ പറയുന്നത് കേൾക്കാം, ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മളെല്ലാം വന്നിട്ട് മെസ്സേജ് ഇടുന്നു പറയാം. അങ്ങനെയുള്ള ഓരോ നക്ഷത്രക്കാരൊക്കെ എത്രയോ നക്ഷത്രക്കാർ ആ കാലഘട്ടത്തിൽ നന്നായി ജീവിക്കുകയാണ്. അവർ നല്ല ബലത്തോടുകൂടി മനസ്സിനെ അത്ഭുതം തോന്നും നമുക്ക്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ മനസ്സിനെ ബലപ്പെടുത്താൻ സാധിക്കുക. അതിനൊക്കെ തരത്തിൽ നമുക്ക് ശനി പൂജകൾ ചെയ്യാൻ സാധിക്കുക, നീരാഞ്ജനം ചെയ്യുക, ശനിക്ഷേത്രം ദർശനം ചെയ്യുക, അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വ്യാഴപ്രീതിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വ്യാഴത്തിന് കടല നിവേദിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. 9 പ്രദക്ഷിണം നവഗ്രഹ ക്ഷേത്രത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ ഈ മിഥുനക്കൂറുകാർക്ക് അല്പം ഒരു സമാധാനത്തെ കൊണ്ടുതരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വാരത്തിൽ. കർക്കിടകൂറിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരഫലം എങ്ങനെയുണ്ട് നോക്കാം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഒരു ഭാഗ്യസ്ഥാനഗതനായിട്ടുള്ള ഒരു വ്യാഴം ആണ് 11ാം സുകൃത ഭാവത്തിലേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയും കൂടിയാണ് ഈ ഒരു വാരത്തോടു കൂടി എന്നല്ല മെയ് 1-ാം തീയതിയോടുകൂടി വന്നിട്ടുള്ളത്. ഏറെക്കുറെ 2025 ജൂൺ മാസം വരെ, മെയ് അവസാനം ജൂൺ ആദ്യം വരെയൊക്കെ ഈ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരവും അതിൻ്റെ ഫലവും വന്നേക്കാം. എങ്കിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ സൗഹൃദ സാഹോദര്യ ബന്ധങ്ങളിൽ അനിഷ്ടങ്ങൾ ഉണ്ടാവാനും കഷ്ടതകൾ ഉണ്ടാവാനും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനും ഒക്കെ ഒരു കാര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. എങ്കിൽ അതോടൊപ്പം തന്നെ
സൗഹൃദങ്ങളിൽ നിന്നും വഞ്ചന വരിക, അതോടൊപ്പം തന്നെ അപവാദങ്ങളിൽ പെടുക, ഇതിനൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുക. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിലൊക്കെ തടസ്സം നീങ്ങി വരുന്നതും, അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഒരു മാറ്റം വരുന്നതും, അതൊക്കെ തന്നിലേക്ക് വന്നു ചേരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഫലം ഈ ഒരു വാരത്തിൽ കാണാം. പ്രത്യേകിച്ച് ഈ 12 കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ ഒരു 11-ലധികം വർഷത്തിന് ശേഷമാണ് വ്യാഴം ഈ ഒരു കർക്കിടകക്കൂറുകാർക്ക് ഈ ഒരു അവസ്ഥയിലെത്തുന്നത്. അങ്ങനെയുള്ള ഒരു വിശേഷ ഫലവും കൂടിയുണ്ട്. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫലം. അതുകൊണ്ട് 11-12 വർഷത്തിന് ശേഷമുള്ള എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അതോടൊപ്പം തന്നെ ഒത്തിരി പൂർവീക ഗുണങ്ങൾ, ഭാഗ്യങ്ങൾ ധാരാളം, സർവ്വ സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടമായി ഒരു വർഷത്തെ മനസ്സിലാക്കുക. ഈ ഒരു വാരം അതിൻ്റെ വളരെ നല്ലതാണ്. എങ്കിൽ തന്നെയും ഈ ഒരു കർമ്മസ്ഥാനത്തുള്ള ചെറിയൊരു സ്ഥാന മാറ്റങ്ങളും അത് കർമ്മത്തിലേക്കുള്ള ഉയർച്ചകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ജോലിക്കയറ്റം, അതോടൊപ്പം തന്നെ വരുമാനത്തിൻ്റെ സ്രോതസ് പല വഴികൾ തുറന്നു കിട്ടുക, വരുമാനം പല വഴികളിലൂടെ വരുമാനം വന്നു ചേരുക, അതൊക്കെ ഒരു ഭാഗ്യ കാലഘട്ടത്തിൽ എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്നവർക്കും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടായവർക്കൊക്കെ അത് മാറി മാറി വരുന്നതായിട്ട് കാണാം. പഠന വിഷയങ്ങളിലൊക്കെ വല്ലാത്തൊരു ആലസ്യവും മറ്റുമൊക്കെ ഈ ഒരു ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പക്വതയോടുകൂടി നീങ്ങിയവർക്ക്, അതിനെ മനസ്സിലാക്കി നീങ്ങിയവർക്ക് മാറ്റമുണ്ട്. അല്ലാത്തവർക്ക് ഒരു തടസ്സം തന്നെയായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാപാര മേഖലയിൽ, വ്യവസായ മേഖലയിലൊക്കെ വർത്തിക്കുന്നവരെ സംബന്ധിച്ച്, നിത്യ ജോലി വരുമാനം ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച്, അതോടൊപ്പം ഏജൻസികൾ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലം തന്നെയാണ് ഈ ഒരു വർഷം. അവരുടെ ജീവിതത്തിലെ എത്രയോ ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നും കൂടി ഉറപ്പിച്ച് നീങ്ങാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതങ്ങളൊക്കെ വളരെയധികം ആനന്ദത്തെ കൊണ്ടുതരുന്നതാണ്. അല്ലെങ്കിൽ അതൊക്കെ ഒരു ഫലവത്താവുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാർ ശനീശ്വര ഭജനം നിത്യം മുടങ്ങാതെ ചെയ്യാൻ സാധിക്കണം. മനസ്സുരുകി ഉള്ളുരുകി ഈശ്വരനെ ഭജിക്കാൻ സാധിക്കണം. ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കൊരു മകൻ തഥാ, ഇങ്ങനെയൊക്കെയാണ് പ്രമാണം പറയുക. ശനിയെ സംബന്ധിച്ച് ശനി കാരകമൂർത്തികളായ അയ്യപ്പൻ മുതൽ തുടങ്ങിയതായിട്ടുള്ള ശനിയുടെ പ്രീതി ജീവിയായ കാക്കയെ പോലും അങ്ങനെയല്ലേ ഓരോന്നറിയുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് കൂട്ടി കൊണ്ടുവരാൻ സാധിക്കുക. ഒരുപാട് കർമ്മം ചെയ്യാന്നല്ല, മനസ്സിൽ ഇതൊക്കെ ധരിച്ചു നീങ്ങാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുക. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ല കാര്യങ്ങളാണ് ഈ ഒരു വാരത്തിലും ഈ ഒരു വർഷത്തിലും പ്രതീക്ഷിക്കാൻ സാധിക്കുക. മുഖ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഈ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഭജനവും ഇതുപോലെ തന്നെ നിത്യം മുടങ്ങാതെ കൊണ്ടുപോകാൻ സാധിക്കുക. ധർമ്മദൈവ പ്രീതി എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുക. അത്തരത്തിൽ നല്ല അനുഭവത്തെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാരുടെ കർമ്മ സ്ഥാനത്തേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനത്തു നിന്നും കർമ്മസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു വ്യാഴവും, അതോടൊപ്പം തന്നെ ഈ ഒരു 3-ാം ഭാവപതി കൂടിയാണ് ഈ ഒരു വ്യാഴം. അതോടൊപ്പം തന്നെ കേന്ദ്രാധിപതിയാണ്, അഷ്ടമാധിപതിയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഫലം ഇതിനകത്ത് പറയാറുണ്ട്. അതൊക്കെ പലയാളും പരാമർശിക്കും. അങ്ങനെയെങ്കിൽ തന്നെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം നല്ലതാണ്. കർമ്മ സംബന്ധപ്പെട്ട് ഒരുപാട് അനുകൂലങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബാക്കിയൊക്കെ പിന്നെ പറയാം. വ്യാഴം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം എന്തായാലും ഈ ചിങ്ങക്കൂറുകാർക്ക് അതെന്തായാലും നിശ്ചയമായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ആ ഒരു ആദിത്യൻ്റെ രാശി സഞ്ചാരം കൂടി ഈ മാസമായിട്ടില്ല, അവസാനത്തോടു കൂടിയിട്ട് മെയ് അവസാനത്തോടു കൂടി കുറച്ചുകൂടി നല്ല യോഗങ്ങളാണ്. എങ്കിൽ ഈ വാരഫലത്തിൽ ആ ഒരു വ്യാഴഫലം തന്നെയാണ് ഈ ഒരു ആദ്യമായിട്ട് പറയാനുള്ളത്. കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിൽ കുറേ രോഗങ്ങൾ വിട്ടുമാറുന്നതായിട്ട് കാണാം. ഉദാഹരണം സ്കിൻ അസുഖങ്ങൾ പോലുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളവർ, വാതരോഗങ്ങളും ശ്വാസരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് കാണേണ്ടതാണ്. എങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ നേത്രരോഗവും അതോടൊപ്പം തന്നെ ദന്തരോഗങ്ങളും അസ്ഥിരോഗങ്ങളും ഇതൊക്കെ വർദ്ധിക്കാനാണ് ഈ ഒരു വാരത്തിൽ സാധ്യത. സഹോദര സൗഹൃദ ബന്ധങ്ങളിലൊരു ശ്രദ്ധയുണ്ടാവണം. അങ്ങനെയെങ്കിൽ അത് വളരെയധികം സ്നേഹാധിക്യത്തെ കൊണ്ടുവന്ന് അനുഭവത്തെ കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം വാഹനാദി വിഷയങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരാനും, അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ അത് വേണ്ടുന്ന ഒരു മനസ്ഥിതി, വേണ്ട ഒരു മനോബലം അതിലില്ലാത്തത് കൊണ്ട് വാഹന ഭവന വിഷയങ്ങളിൽ ലേശം ഒരു കാലതാമസം വരാൻ ഈ ഒരു വാരം നീങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. എങ്കിൽ സന്താന വിഷയങ്ങളിലും മറ്റുമൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. വിവാഹ മതനാലോകം, വിവാഹ വിഷയവും പ്രണയ വിഷയവും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം വളരെ നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ബുധന്റെ സഞ്ചാരം 9ാം ഭാവത്തിലേക്ക് വരുന്നു. ബുധന്റെ സഞ്ചാരം 9ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ പ്രണയ സാഫല്യത്തെയും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ സൗഖ്യത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കേണ്ടത്. അതോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സമുള്ളവർക്കും വിദേശ വിഷയങ്ങളിൽ പോകാനിരിക്കുന്നവർക്കൊക്കെ, ഹയർ സ്റ്റഡീസ് പോലുള്ളതിനൊക്കെ പോകാനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ അധികം നല്ലതാണ്. വിദേശത്തേക്കുള്ള യാത്രകളൊക്കെ സുഗമമായി നടക്കാനുള്ള ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിലും മുടങ്ങാതെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, യഥാശക്തി ദേശകാല വഴിപാടുകളും പ്രാർത്ഥനകളും മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം നന്മകൾ ഉണ്ടാവട്ടെ ഈ ഒരു വാരത്തിൽ. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ 7ാം ഭാവത്തിൽ നിന്നും ബുധൻ അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിന്നും വ്യാഴം 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുള്ള പ്രത്യേകതകൾ. അതിൽ ചന്ദ്രന്റെ ചാരവശാലുള്ള ഫലം 7ാം ഭാവത്തിലുള്ള ചന്ദ്രൻ അഷ്ടമത്തിലേക്കും 9ാം ഭാവം 10ാം ഭാവം 11ാം ഭാവം അങ്ങനെയൊക്കെയാണ് ഇനി സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വാരം കടന്നു പോവുക. 7ാം ഭാവത്തിൽ മുഖ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേതുവിൻ്റെ സ്ഥിതിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാരവും കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ഒരു എന്തെന്നില്ലാത്ത ഒരു ആലസ്യം ഈ ഒരു വാരത്തിലും പ്രതീക്ഷിക്കേണ്ടതാണ്. ഒരു അസ്ഥിരമായ അവസ്ഥ, ഒരു ചാഞ്ചല്യ മനസ്ഥിതിയൊക്കെ ഈ ഒരു വാരത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയം, സാമ്പത്തികമായി അനവധി സ്രോതസ്സുകൾ വരുന്നതും സാമ്പത്തികം വന്നു ചേരുന്നതിനൊക്കെ ഒരു കാലം ഈ ഒരു കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരം നല്ലതാണ് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളിലും ഒക്കെ ഒരു നല്ല ഗുണങ്ങളാണ് ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കുക. സൗഹൃദങ്ങളിൽ നിന്നും വിദേശയാത്രകളും അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം അനവധി ദൂര യാത്രകൾ പോകുന്നതും വിനോദസഞ്ചാരത്തിന് പോകുന്നതൊക്കെയുള്ളൊരു യോഗം ഈ കന്നിക്കൂറുകാർക്ക് കാണാൻ സാധിക്കാം. വിദ്യാഭ്യാസ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഈ ഒരു വാരത്തോട് കൂടിയിട്ട് അവർക്ക് തടസ്സങ്ങൾ ലേശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെ അതിന് തയ്യാറായി നിന്നിട്ടുള്ളവർ എത്രയോ പേര് ഇപ്പം വിദേശത്തേക്ക് പോകാനൊക്കെ ഇപ്പം ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്, നേരെയാവുന്നില്ല. അത് ഈ ഒരു വാരവും കൂടി അങ്ങനെ തന്നെ ഒന്ന് കടന്നു പോകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ അത്ര അനുകൂലമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നീങ്ങാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ശ്വാസരോഗങ്ങളും അതോടൊപ്പം തന്നെ വാതരോഗങ്ങളും പിത്തരോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് രക്തസംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ സ്ത്രീകൾ കൂടിയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. മനസ്സിന് അകാരണമായിട്ടുള്ള ഒരു ഓവർ ടെൻഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരം. അകാരണമായി വല്ലാതെ ഒരു ഭയം വന്നു ചേരുകയും ചില വിഷയങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോകാനും അറിയാതെ ചില വിഷയങ്ങളിൽ ചെന്ന് ചാടാനും അത് തുടർന്ന് വലിയൊരു ഭയം വരാനൊക്കെ ഒരു കാര്യം കന്നിക്കൂറുകാർക്കുണ്ട്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിക്കുക, ബുധക്ഷേത്രത്തിൽ ചെയ്യുക, അതോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക. അത് ചെയ്യാൻ സാധിക്കണം, വളരെയധികം നല്ലതാണ്. നിങ്ങളൊന്ന് പാരായണം ചെയ്യുന്നത് കേട്ടു നോക്കിയാൽ തന്നെ ഈ കന്നിക്കൂറുകാർക്ക് വളരെയധികം മാറ്റം വരുന്നതായിട്ട് കാണാം. ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ്. മാനസികമായിട്ടുള്ള നല്ലൊരു ശക്തി വർദ്ധിക്കുന്നതായിട്ട്, ഒരു തേജസ് വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണാം. വ്യാഴത്തിൻ്റെ പ്രസാദം നല്ലതുപോലെ വരേണ്ട ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമായിട്ട് ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിക്കുക, മഹാവിഷ്ണുവിനെ നല്ലതുപോലെ ഭജിച്ചുകൊണ്ട് ഈ ഒരു വാരം മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എന്നും പ്രാർത്ഥിക്കും. ചിത്തിര ചോതി വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള കാലമല്ല. വ്യാഴമാറ്റത്തിൻ്റെ ഫലമൊക്കെ ഒരു വർഷഫലമാണ്. അതുകൊണ്ടൊക്കെ അത് ഏറെക്കുറെ നല്ലതായിട്ട് തോന്നിയിരിക്കാം. എങ്കിൽ ഈ ഒരു വാരഫലം എന്നുള്ളത് അത്ര നല്ലതായിട്ട് തന്നെ അല്ല എന്ന് മനസ്സിലാക്കുക. ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് വ്യാഴം, സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലേക്കാണ് വൃത്തി വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവാധീന കുറവ് വരാനും ദൈവാധീന വിഷയങ്ങളിൽ നമ്മൾ അകാരണമായി മാറിപ്പോവാനും ഒക്കെ ഒരു സാധ്യത കണ്ടിരിക്കണം നമ്മൾ. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് മുഖ്യമായിട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വന്നു ചേരാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതോടൊപ്പം തന്നെ തുടങ്ങാനിരുന്ന പദ്ധതികൾ മാറ്റിവെക്കേണ്ടി വരാം ഈ ഒരു വാരത്തിൽ. മുഖ്യമായിട്ട് വിവാഹ വിഷയങ്ങൾ വരെ ഒരു ചർച്ചയാവാനുള്ള ഒരു സാധ്യതയുണ്ട്.
അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ നല്ലതുപോലെ ഈശ്വരാധീനവും ഭജനവും കൊണ്ട് ഇതിനെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കാം. അഷ്ടമത്തിലേക്ക് വ്യാഴം മറഞ്ഞു എന്ന് പറഞ്ഞാൽ രാശിയിൽ വളരെ കഷ്ടമാണെങ്കിലും നമുക്ക് ചാരവശാൽ അങ്ങനെ കഷ്ടം നിരീച്ചൂടാ. നല്ലതുപോലെ ചിന്തിച്ച് നമുക്ക് നീങ്ങണം. ഇപ്പം മുന്നോട്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് സർവേശ്വരകാരനായ വ്യാഴത്തെ പ്രാർത്ഥിക്കുക. കാരണം സർവേശ്വരകാരകൻ എന്ന് പറയുമ്പോൾ തന്നെ ബൃഹസ്പതിയായിട്ടുള്ള ആ വ്യാഴം ദേവഗുരുനാഥൻ, പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ദേവഗുരുനാഥൻ എന്നുള്ളത് ശുക്രനായിട്ടുള്ള ആ ഒരു അസുര ഗുരുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഇടവൻ രാശിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേണ്ടുന്ന ഒരു ശോഭ എല്ലാ കാര്യത്തിലും കിട്ടിയെന്ന് വരില്ല. എല്ലാം നടക്കും, പക്ഷെ വേണ്ട ഒരു തേജസ് കിട്ടില്ല. പഠിപ്പിൽ ലേശം തടസ്സങ്ങൾ വന്നു ചേരാനുള്ള ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഒരു 2 മാസം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാരം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഉദരപീഠകളും ശിരോരോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ശനിക്ഷേത്ര നീരാഞ്ജനം ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ ഭജനം മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുക. ഈ ഒരു വാരത്തിൽ വളരെയധികം നന്മകളെ കൊണ്ടെത്തിക്കട്ടെ. വിശാഖത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴം 7ാം ഭാവത്തിലേക്ക് നിവൃത്തിയിലേക്ക് മാറുന്നു. അതുതന്നെയാണ് ഈ ഒരു വാരബലത്തിൻ്റെ ഏറ്റവും ഗുണം. അതോടൊപ്പം തന്നെ കേന്ദ്രഭാവത്തിലുള്ള ഈ ഒരു ബുധൻ 6ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. എങ്കിൽ ജീവിതത്തിൽ അനവധി കാര്യങ്ങൾക്ക് അസുലഭമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് വൃശ്ചിക കൂറുകാർക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നതും. ഈ ഒരു വാരത്തിൽ ലേശം ഒരു ദോഷവും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റും ഉള്ള യാത്രകളും മറ്റും ഒരു തടസ്സം വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ ഒരു വാരം. എങ്കിൽ വാരം അവസാനത്തോടു കൂടി അതിന് ചെറിയൊരു മാറ്റം വരും. എങ്കിൽ ദൈവാധീന വിഷയത്തിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയായിട്ടും മനസ്സിലാക്കണം. ഈ ഒരു മെയ് 1-ാം തീയതി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടവും, ഇന്നിപ്പോൾ 2, 3, 4 ദിവസങ്ങൾ പിന്നിട്ടു. അപ്പോൾ തന്നെ ഒരു മാറ്റം വന്നിരിക്കാം. മാനസികമായിട്ടൊരു ഊർജം വരുന്നതും ജീവിതത്തിൽ ഒരു മേഖല ചിന്ത തന്നെ മാറിപ്പോകുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈശ്വരാധീന വിഷയം വളരെ അനുകൂലമാണ് ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ട് അനവധി വിഷയങ്ങളിൽ അനവധി വഴിയിലൂടെ ലാഭങ്ങൾ വരുന്നതിനും അതോടൊപ്പം തന്നെ വരുമാനം വർദ്ധിക്കുന്നതിനും ജോലി സ്ഥാനക്കയറ്റം കിട്ടുന്നതിനൊക്കെ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു വാരം തന്നെ മനസ്സിലാക്കാം. എങ്കിലും ഉള്ള ജോലിയിൽ തടസ്സം വരാതെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ജോലി കളയാതിരിക്കുക. ചില ആൾക്കാർക്ക് ആ വൃശ്ചികൻ രാശിയുടെ ഒരു ഫലമാണ്, അവസാന കാലഘട്ടമാണ്, കുറച്ചൊരു നല്ല സമയമല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ജോലി ഒഴിവാക്കിയിട്ട് വരിക, പിന്നെ കിട്ടുക എന്നുള്ള വലിയ പണിയാണ്. അപ്പോൾ അതുപോലുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ. ജോലിയെ കുറിച്ചിട്ടുള്ള കാര്യത്തിൽ അധികം ഉള്ള ജോലിയിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുക എന്നല്ലാതെ വേറെ അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ കാണുന്നു, പുറത്ത് വിദേശത്തുള്ള എത്രയോ പേര് വിളിക്കുമ്പോൾ അവർക്കൊക്കെ ഒറ്റ ഒരു ദിവസം തന്നെ തീരുമാനമാവുകയാണ്. നമ്മുടെ ഇവിടെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജോലി വേണമെന്ന് തന്നെ തീരുമാനിക്കുക. അവിടെയൊക്കെ ജോലി കിട്ടലും കളയലും ഒക്കെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനം അത്ര നല്ലതല്ല വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെയധികം നല്ലതാണ്. വിവാഹ വിഷയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ്. കുറേ കാലങ്ങളായി വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് ഒക്കെ ഒരു മാറ്റം, ആ ചന്ദ്രൻ്റെ ഒരു സഞ്ചാരവും കൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹ ആലോചനകൾ വരുന്നതിനും പെണ്ണ് കാണുന്നതിനും അതോടൊപ്പം തന്നെ നിശ്ചയം നടക്കുന്നതിനും കുറേ പേരുടെ വിവാഹം നടക്കുന്നതിനും വരെ ഈ ഒരു വാരത്തിൽ ഫലം ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ ആരോഗ്യ കാര്യത്തിൽ ഈ ഒരു വാരം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു 7 ദിവസങ്ങൾക്കുള്ളിലായിട്ട് ഇപ്പോൾ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒന്ന് വളരെയധികം ഗൗരവത്തിൽ ഹൃദ്രോഗം മുതലായിട്ടുള്ളവർക്ക് അതോടൊപ്പം തന്നെ ശിരോരോഗം പോലുള്ളവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വാരത്തിൽ. വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധപ്പെട്ടിട്ട് പറഞ്ഞല്ലോ വളരെയധികം നല്ലതാണ്. സ്വയമായി ഒരു കർമ്മ മേഖല തുറക്കുന്നതിന്, അങ്ങനെയാ പറഞ്ഞത്, ഒരു ബിസിനസ് തുടങ്ങുന്നതിനും കുറേ കാലങ്ങളായി കാത്തിരുന്നവർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനൊക്കെ ഒരു കാലമായിട്ട് ഈ ഒരു വാരത്തിൽ വരും. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ധർമ്മദൈവ പ്രീതി നല്ലതുപോലെ വരുത്തുന്നതും അതൊക്കെ വളരെയധികം നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ചെയ്യുക, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ചിലപ്പോൾ തോന്നും ഈ പ്രാർത്ഥനകളും വഴിപാട് പറയുമ്പോഴും ഇത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, ഇത് തന്നെ കുറച്ചെങ്കിലും ചെയ്യൂ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം എന്നാണ്. ഇപ്പോൾ ഇന്നാളാരോ വിളിച്ചിട്ട് പറഞ്ഞു തിരുമേനി പറയുന്ന വഴിപാടുകൾ കുറവാണ്, അത് തന്നെ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം വരും, നല്ലൊരു
വാരമായിട്ടിരിക്കട്ടെ ഈ ഒരാഴ്ച. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഈ രാശിനാഥനായ വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല കാര്യത്തിലും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു വാരം. അനവധി കാര്യങ്ങൾ, മുഖ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഫാമിലി മാറ്റേഴ്സ് ആവട്ടെ, അതോടൊപ്പം കുടുംബ വിഷയങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തടസ്സം വരുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു അവിശ്വാസങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളെ ഒന്ന് കണ്ടുമടങ്ങുന്ന ഒരു കാലം, ഒരു വാരം എന്നൊക്കെ പറയാം. അനവധി കാര്യങ്ങളിൽ ഒരു ഭയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് ധാരാളം വാശിയും മത്സരമൊക്കെ വന്നു ചേരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. മുഖ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്യാധീനമായി അനാവശ്യമായി ശത്രുക്കളെ ഉണ്ടാക്കുക, അനാവശ്യമായി നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പുരോഗതി തന്നെയാണ് ഈ ഒരു വാരത്തിലും ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ടാവുക. ഈ ബിസിനസ് പോലുള്ളവരിൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് നടക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു വാരത്തിൽ. അതിൻ്റെ പഴയതായിട്ടുള്ള വരുമാനങ്ങളൊക്കെ വന്നു ചേരുന്നതും പൂർവികമായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരുന്നതിനൊക്കെ ഒരു ഭാഗ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വാരത്തിൽ അവസാനത്തോടു കൂടിയിട്ട് മാനസികമായിട്ടുള്ള ഒരു അകാരണമായിട്ടുള്ള ക്ലേശവും ഒക്കെ വന്നു ചേരാനും, അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതയും പ്രണയ ജീവിതത്തിൽ ഒരു ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ദേവീ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. വിഷ്ണു ഭജനം മുടങ്ങാതെ ചെയ്യുന്നത് വളരെയധികം നല്ലത്. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭാഗവത യജ്ഞവേദികളിലൊക്കെ യഥാശക്തി വഴിപാട് ഇല്ലേ, അതിൽ മുഖ്യമായി വഴിപാടുകൾ പറയുമ്പോൾ ഗജതുരക സഹസ്രാണം, ഗോകുലം, കോടിദാനം, കനകരചിത പാത്രം, അനവധി ദാനങ്ങളാണ് ഈ ഒരു പ്രത്യേകിച്ച് വൈശാഖ മാസത്തിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഫലം പറയാം. ദാനകർമാദികൾ ധാരാളം ചെയ്യാൻ സാധിക്കുക, അന്നദാനാദികളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക, അതിലൊക്കെ കൊടുക്കാൻ സാധിക്കുക. അതൊക്കെ ചെയ്യുന്നത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം സമാശ്വാസം തന്നെയാണ് ഈ ഒരു വാരത്തിൽ. പ്രണയ ജീവിതത്തിലും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ലേശം ഒരു തടസ്സമാണ് ഈ ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നീങ്ങിപ്പോവാനാണ് ഈ ഒരു വാരത്തിലെ ഒരു സാധ്യത. എങ്കിൽ പാദരോഗങ്ങൾ അനുഭവിക്കാനും അതോടൊപ്പം തന്നെ ഉദര രോഗങ്ങൾ അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ചെയ്യുന്നതും തുളസിമാല അർച്ചിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. നെയ്വിളക്ക് കത്തിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വ്യാഴത്തിൻ്റെ ഒരു മാറ്റവും കൂടിയാണ് ഈ ഒരു വാരഫലം എന്നറിയാം. ചന്ദ്രൻ്റെ ഒരു സഞ്ചാരഗതി 3ാം ഭാവത്തിൽ നിന്നും 6ാം ഭാവം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമായി തന്നെ ജീവിതത്തിൽ പലയധികം വിഷയങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വാരം. പലതരത്തിലുള്ള ഇൻസിഡൻസും ഈ ഒരു വാരത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള വിഷമങ്ങൾ മാറിപ്പോകുന്നതായിട്ട് ഈ ഒരു വാരം ആദ്യം തന്നെ ഞായറാഴ്ച മുതൽ തന്നെ തോന്നുന്നതായിരിക്കാം. ഈ ഒരു വാരത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു അനാവശ്യമായിരുന്നു എന്ന് തോന്നുന്നതും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളൊന്ന് ലേശം കുറഞ്ഞതായിട്ട് കാണാം. ചെറിയ ചെറിയ വഴികൾ, കൈവഴികൾ പോലെ ധനം വരുന്നതിനും സമാഹരിക്കുന്നതിനൊക്കെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. എങ്കിൽ സഹോദര സൗഹൃദ ഗുണം വർദ്ധിക്കുന്നതും പുതിയ സൗഹൃദങ്ങളൊക്കെ വന്നു ചേരുന്നതും ഈ ഒരു മകരക്കൂറുകാർക്ക് നല്ലൊരു വാരമായിട്ട് മനസ്സിലാക്കാം. അനവധി മേലുദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിനൊക്കെ വളരെയധികം സപ്പോർട്ടും അതോടൊപ്പം തന്നെ പൂർണ്ണ പിന്തുണ കിട്ടുന്നതിനും അതുവഴിയൊക്കെ മാനസികമായിട്ട് വളരെ ഒരു ആനന്ദം, കർമ്മ മേഖലയിൽ വളരെയധികം സന്തോഷം വരുന്ന ഒരു വാരമായിട്ടാണ് ഈ ഒരു മകരക്കൂറുകാർക്ക് കാണുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തടസ്സം നീങ്ങുന്നതും വണ്ടി വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെയുള്ള ഒരു യോഗമുണ്ട്, ക്രയവിക്രയം എന്നുദ്ദേശം. എങ്കിൽ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലും ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. ഭൂമി മാറിയെടുക്കുന്നതിനും ഭവനം മാറിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമായിട്ട് മനസ്സിലാക്കുക.
അതോടൊപ്പം തന്നെ സന്താന ക്ലേശങ്ങളുള്ളവർക്കൊക്കെ അതിന് ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഈ ഒരു വാരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ശനിക്ഷേത്രത്തിൽ ഈ ഒരു ജന്മശനിയുടെ ഒരു ദോഷം പോലെ തന്നെയാണ് മകരക്കൂറുകാർ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും ശനിഭജനം മുടങ്ങാതെ ചെയ്യുക എന്നുള്ളത് വളരെയധികം അനുകൂലങ്ങൾ, ജീവിതത്തിൽ തടസ്സങ്ങൾ നീക്കി മനസ്സിനൊരു കാര്യങ്ങളൊക്കെ ഒരു സുഗമമായി മുന്നോട്ട് പോകുന്നതിന് കാര്യമായിട്ട് വരും. അതൊക്കെ ഒന്ന് വേണ്ടതുപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും പാൽപ്പായസം നടത്തുന്നതും മുഴുക്കാപ്പ് ചേർത്തുന്നതും അതോടൊപ്പം തന്നെ ഭാഗവത പാരായണങ്ങൾ കേൾക്കുന്നതും സമർപ്പിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ഔട്ടത്തിൻ്റെ അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ശനിയാണ്, ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ഭാവത്തിൽ ബുധനിത 3ാം ഭാവത്തിലേക്ക് മാറുന്നു. 3ലുള്ള വ്യാഴമാണ് 4ാം ഭാവത്തിലേക്ക്, ശുക്രക്ഷേത്രത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ 9ാം ഭാവപതിയും കൂടിയാണ് ഈ ഒരു ശുക്രൻ 3ാം ഭാവത്തിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ധാരാളം സഹായങ്ങളും സൗഹൃദങ്ങളിൽ നിന്നൊക്കെ സമ്പത്ത് വന്നു ചേരുന്നതിനും അല്ലെങ്കിൽ പിന്നെ ഗിഫ്റ്റ് പോലുള്ളതൊക്കെ ധാരാളം കിട്ടുന്നതിനൊക്കെ ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ സ്വല്പ ക്ലേശങ്ങൾ വന്നു ചേരാൻ ഒരു സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ വരുന്നതിനും സൗഹൃദങ്ങളിൽ ചില സമയത്ത് അകാരണമായ കലഹങ്ങൾ വരുന്നതിനും ശത്രുക്കൾ വർദ്ധിക്കുന്നത്, ശത്രുക്കൾ മീൻസ് നമ്മൾ തന്നെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇൻവോൾവഡ് ആയിരിക്കും. ഒരു ശത്രു എന്ന് പറയുമ്പോൾ അങ്ങനെ വേറെ ഒരാളായിരിക്കില്ല, എപ്പോഴും 50 നമ്മുടെ കയ്യിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ വെച്ചാൽ നമുക്കതൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. അനവധി അകാരണമായ ഒരു ക്ലേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയും കൂടി ആവാം ഈ ഒരു വാരം. അതോടൊപ്പം തന്നെ വിശേഷപ്പെട്ട് ഇതിൽ വരുന്ന യോഗങ്ങൾ തീർത്ഥയാത്രകൾക്ക് പുറപ്പെടുന്നതിനും മറ്റുള്ള ആധ്യാത്മിക വിഷയത്തിലൊക്കെ ഒരു മനസ്സ് വരുന്നതിനും ഇതുവരെ ക്ഷേത്രത്തിൽ വരെ പോവാതിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പോയി തൊഴുന്നതൊക്കെ കാണണം. ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല മാറ്റം വരുന്നതാണ്. നല്ലതുപോലെ ജീവിതത്തിൽ ഒരു പക്വത വരുന്നതും അങ്ങനെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുതരുന്നത് തന്നെയാണ് ഈ ഒരു വാരവും അടുത്ത വാരവും ഒക്കെ നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്ക് വളരെയധികം സന്തോഷമാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സന്താനങ്ങളെക്കുറിച്ച് ഒരു മതിപ്പ് വരുന്ന ഒരു സന്തോഷം കിട്ടുന്നതും അവരിൽ നിന്നുള്ള അനവധി ഒരു ആനന്ദം കിട്ടുന്ന ഒരു കുടുംബസുഖം കിട്ടുന്ന ഒരു വാരമായിട്ട് ഇതിനെ കുംഭക്കൂറുകാർ മനസ്സിലാക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും പാൽപ്പായസം നിവേദിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ജന്മശനി, ആ ശനിയെ നല്ലതുപോലെ ഭജിക്കുന്നതും മനസ്സുരുകി പ്രാർത്ഥിക്കുക, നല്ലതുപോലെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ കൊണ്ടെത്തിക്കും. പൂരുട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ മീനൻ രാശിയിൽ നിന്നും ബുധനിത ശനിയാഴ്ചയോടുകൂടി മേടൻ രാശിയിലേക്ക് 2ാം ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 2ാം ഭാവത്തിലുള്ള വ്യാഴം 3ാം ഭാവത്തിലേക്ക്, ആ രാശിനാഥനും കൂടിയാണ് 3ാം ഭാവത്തിലേക്ക്. അതത്ര ഒരു നല്ല അവസ്ഥയല്ല. നല്ലൊരു രാശിയിൽ നിന്നാണ് 3ാം ഭാവത്തിലേക്ക് പോകുന്നതെങ്കിൽ വ്യാഴത്തിനൊരു നല്ല സ്ഥിതിയല്ല, ദുസ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഈശ്വരാധീനത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചും പിന്നെ വിദ്യാവിഷയങ്ങൾ പഠിപ്പുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ അനുകൂലം വരുന്നതാണ്. വിദേശ യോഗങ്ങൾ അവർക്ക് അല്ലെങ്കിൽ പിന്നെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അകാരണമായ ചെലവും അനാവശ്യ ചെലവും ക്രയവിക്രയങ്ങളിലൊക്കെ ക്രമക്കേടുകളും ശ്രദ്ധക്കുറവൊക്കെ വന്നു ചേരാൻ, അതുവഴി നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാർക്കുണ്ട്. അനാവശ്യമായിട്ടുള്ള അപവാദങ്ങളിൽ ചെന്ന് ചേടുകയും അതോടൊപ്പം തന്നെ അപവാദങ്ങൾക്ക് അറിയാണ്ട് പെടാൻ, അശ്രദ്ധ കൊണ്ടൊക്കെ പെടാൻ സാധ്യതയുണ്ട്. മീനക്കൂറുകാരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്നത് തന്നെയാണ് അല്ലേ. ഈ ദൈവാധീനം അത്ര കണ്ട് മോശമല്ലെങ്കിലും ഒരു നല്ലതല്ല, ഒരു ശ്രദ്ധ ഉണ്ടാവണം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഈ സമയത്ത് വഴിപാട് നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടം ആ ഒരു ചൊവ്വ അവിടെ സ്ഥിതി ചെയ്യുന്നതോടുകൂടി വളരെയധികം അനുകൂലത്തെ അത് കൊണ്ട് തരേണ്ടതാണ്. 9ാം ഭാവപതിയാണ്. അതോടുകൂടി ആ കർമ്മകാരകനായ ചൊവ്വ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ഈശ്വരാധീനം ആ വജദ്ഭുവായിട്ടുള്ള ആ സുബ്രഹ്മണ്യനെ നല്ലതുപോലെ ഭജിക്കുന്നത് മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ പ്രത്യേക വിശേഷ ഭജനാണ്. അതൊക്കെ അത് ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി
വിഷ്ണു ക്ഷേത്രത്തിൽ ധാരാളം ദർശനം ചെയ്യുക, മുടങ്ങാതെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കുക. ഗുരുവായൂർ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഗുരുവായൂർ തൊഴാൻ പോകാൻ സാധിക്കുന്നവരിപ്പോൾ വെക്കേഷനൊക്കെയാണ് അല്ലേ, പറ്റുന്നവരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോയി തൊഴുത് അവിടെ ഒന്ന് ഒരു ദിവസം ഭജന ഇരിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിനെ ഒന്ന് നല്ലതുപോലെ നന്മയിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ തീർത്ഥാടന യോഗങ്ങളും മറ്റൊക്കെ ഉണ്ട് ഈ ഒരു വാരത്തിൽ. ആധ്യാത്മികമായിട്ടൊക്കെ മനസ്സ് നേരെ നിൽക്കേണ്ട ഒരു സമയമാണ്. കുട്ടികൾക്കൊക്കെ ഒരു നല്ല പോസിറ്റീവാണ്, ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. ആരോഗ്യ കാര്യത്തിൽ ഉദര രോഗങ്ങളും വസ്തി രോഗങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നെയ്വിളക്ക് യഥാശക്തി വഴിപാടുകളും അതോടൊപ്പം തന്നെ വ്യാഴപ്രീതിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്ര ദർശനവും വ്യാഴത്തിന് വിശേഷാൽ അർച്ചനയും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നന്മയെ കൊണ്ടുവരും ഈ ഒരു വാരത്തിൽ. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത് എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.